ബിഗ് ബോസ് മലയാളം സീസൺ 6 റോക്കിയുടെ അടുത്ത് നിന്നുണ്ടായ ഫിസിക്കൽ അസോൾട്ടിനെ തുടർന്ന് സർജറിക്ക് വിധേയമായ ഒരു മത്സരാർത്ഥിയായിരുന്നു നമ്മുടെ സിജോ. എന്നാൽ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സിജോ ഇപ്പോൾ ലൈവിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ലൈവിൽ വന്ന ഉടനെ സിജോ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഈ ഒരു അവസ്ഥക്ക് കാരണമായിട്ടുള്ള ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്നു. അതിൽ ന്യായീകരിച്ച് മെഴുകുന്നത് ഞാൻ കണ്ടു. ആദ്യം ഞാൻ കരുതിയത് അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കണ്ട എന്നായിരുന്നു എന്നാണ്. എന്തായാലും ഹൗസിലുള്ള സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾക്കെതിരെ ഞാൻ തീർച്ചയായും പ്രതികരിച്ചിട്ടുണ്ട്. അതിന് അഹങ്കാരി എന്ന ടാഗ് ലൈൻ നൽകി ആരും കാണരുത് എന്നും സിജോ വ്യക്തമാക്കുന്നുണ്ട്. സംസാരിക്കേണ്ട കാര്യങ്ങൾ ആരോടായാലും സംസാരിക്കണം. 16-ാം ദിവസം എനിക്ക് സംഭവിച്ച ആ പ്രശ്നത്തിന് ശേഷം സർജറി വരെ ചെയ്യേണ്ടി വന്നു. ബിഗ് ബോസ് അവസാനിച്ചപ്പോഴേക്ക് ഞാൻ 13 കിലോ ഭാരം കുറഞ്ഞു എന്നും സിജോ പറയുന്നുണ്ട്. സർജറിക്ക് ശേഷം എനിക്ക് ചില സൈഡ് ഇഫക്ട്സ് വന്നിരുന്നു. മസിൽ ലോസ് ഉണ്ടായി, ശരീരഭാരം ഒരുപാട് കുറഞ്ഞു. ഓരോ ദിവസം ഓരോ കിലോ കുറയുന്ന അവസ്ഥയായി. ബിഗ് ബോസിൽ വരുമ്പോൾ 83 കിലോ ഉണ്ടായിരുന്ന ഞാൻ പിന്നീട് 70 കിലോ വരെയായി. സർജറി, ശരീരത്തിൽ സ്റ്റിച്ച് ഇടൽ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത് എന്നും സിജോ പറയുന്നുണ്ട്. അനസ്തേഷ്യയും ആദ്യമായിട്ടാണ് ശരീരത്തിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിന്റെ പല ഭാഗത്തും ചുവന്ന പാടുകൾ ഉണ്ടാവുകയും മുടി കൊഴിയുകയും അതുപോലെ മുഖക്കുരു വന്നു. അതൊക്കെയാണ് എനിക്കിതിൽ വന്ന സൈഡ് ഇഫക്ട്സ് എന്നും സിജോ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിമ്പതി വേണ്ടെന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഹൗസിലായിരുന്നപ്പോൾ തൻ്റെ വയ്യാത്ത അവസ്ഥ പുറത്തറിയിക്കാതിരുന്നത്. എൻ്റെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഹൗസിലേക്ക് വീണ്ടും തിരികെ വന്നത് എന്നും സിജോ വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ടാബ്ലറ്റ്സ് കഴിക്കാനുണ്ടായിരുന്നു. എന്തായാലും ഓഗസ്റ്റ് 5-ന് വീണ്ടും ഓപ്പറേഷൻ ഉണ്ട് എന്നും സിജോ ലൈവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസ് സീസൺ 6-ലെ നല്ലൊരു മത്സരാർത്ഥി തന്നെയായിരുന്നു സിജോ എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കണേ.